മലയാളികളുടെ ഇഷ്ടനടിയാണ് ഭാവന. 2002 കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന ചിത്രത്തിലൂടെയാണ് നടി സിനിമയിൽ എത്തുന്നത്. അതിൽ പരിമളം എന്ന ഒരു ചെറിയ കഥാപാത്രമായിരുന്നു ഭാവനയുടേത്. അങ്ങനെ ബിഗ് സ്ക്രീനിലെത്തിയ ഭാവന പിന്നീട് വളരെ പെട്ടെന്നായിരുന്നു തെന്നിന്ത്യയിലെ തിരക്കുള്ള നായികയായി മാറിയത്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലും ഭാവന അഭിനയിച്ചിരുന്നു. ഇപ്പോൾ തനിക്ക് ഇഷ്ടമുള്ള തമിഴ് സിനിമയെക്കുറിച്ചും നടനെക്കുറിച്ചും പറയുകയാണ് ഭാവന. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് അലൈപായുതേ സിനിമ റിലീസാകുന്നത്. അന്ന് എനിക്ക് മാധവനോട് വലിയ ക്രഷായിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ഞാൻ 8ാം ക്ലാസ്സിലോ മറ്റോ ആയിരുന്നു പഠിക്കുന്നത്. ഇന്നും ആ സിനിമ റിലീസായ സമയം എനിക്ക് ഓർമ്മയുണ്ട്. ക്ലാസ് കട്ട് ചെയ്തിട്ടാണ് ഞാൻ അലൈപായുതേ കാണാൻ പോകുന്നത്. അന്ന് ആദ്യ ഷോട്ട് കണ്ടപ്പോൾ മുതൽക്കേ തന്നെ ആരാണ് ഈ പയ്യനെന്ന് ഞാൻ ചിന്തിച്ചു. എനിക്ക് തോന്നുന്നത് ആ കാലത്ത് പകുതി പെൺകുട്ടികൾക്കും അദ്ദേഹത്തോട് ക്രഷ് ഉണ്ടായിരുന്നു എന്നാണ് ഭാവന പറഞ്ഞത്. 2000 അലൈപായുതേ റിലീസാകുന്നത്. മാധവന്റെ തമിഴിലത്തെ ആദ്യ ചിത്രമായിരുന്നു അലൈപായുതേ. മണിരത്നം സംവിധാനം ചെയ്ത റൊമാൻറ്റിക് ചിത്രമാണ് ഇത്. ശാലിനി നായികയായി എത്തിയ ഈ സിനിമ ഇന്നും സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ ഇമ്പാക്ട് ഉള്ള ഒന്നാണ്. മാധവൻ ശാലിനി ജോഡി ഈ സിനിമയിലൂടെ ഏറെ ആഘോഷിക്കപ്പെടുകയും ചെയ്തിരുന്നു.